ഡൽഹി AKG ഭവനിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം കൂടെ ചേരുകയാണ്. ഹാഷ്മി, പാർട്ടിക്ക് അതീതമായി സൗഹൃദങ്ങളുള്ള ഒരു നേതാവായിരുന്നു. പാർട്ടിക്കാർ മാത്രമല്ല, വിവിധ മേഖലകളിലുള്ളവരുമായി നല്ല സൗഹൃദം, പേര് വിളിച്ച് സംസാരിക്കാനുള്ള അടുപ്പം സൂക്ഷിക്കുന്ന വ്യക്തിയായിരുന്നു സീതാറാം യെച്ചൂരി. ഈ സീതാറാം യെച്ചൂരി വിടവാങ്ങുന്ന ഈ ഘട്ടത്തിലും വിവിധ മേഖലകളിൽ നിന്നുള്ളവരുടെ ഒരു ഒഴുക്ക് അല്ലേ ഇപ്പോൾ ഡൽഹി AKG ഭവനിലേക്ക് കാണാനാവുന്നത്? ഉറപ്പായും കൃഷ്ണ, ഇവിടെ ഏത് രീതിയിലാണ് സീതാറാം യെച്ചൂരി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കർമ്മ കാലയളവിൽ ഇതര രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായും സ്വന്തം രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായും പ്രവർത്തകരുമായും ഒക്കെ വളരെ അടുപ്പം വെച്ച് പുലർത്തിയോ, അവരൊക്കെ ഒരേ ഹൃദയത്തോടെ, ഒരേ വേദനിക്കുന്ന ഹൃദയത്തോടെ ഇങ്ങോട്ടേക്ക് എത്തി സീതാറാം യെച്ചൂരി ഒരു നോക്ക് കാണാൻ എത്തുന്ന കാഴ്ച ഇവിടെ AKG ഭവനിൽ നിൽക്കുമ്പോൾ കാണുകയാണ്. ഇപ്പോൾ പൊതുദർശനം തുടങ്ങിയിട്ട് മണിക്കൂർ 2-2.5 ആകുമ്പോഴും ഇപ്പോഴും അണമുറിയാതെ ഇങ്ങോട്ടേക്ക് പ്രവർത്തകർ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരും നേതാക്കളുമൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നു. പ്രധാനപ്പെട്ട രാഷ്ട്രീയ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു പരിചിതമായ നേതാക്കളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. സോണിയാഗാന്ധി അല്പസമയം എത്തി മടങ്ങി. സോണിയാഗാന്ധി സീതാറാം യെച്ചൂരിയും തമ്മിലുള്ള രാഷ്ട്രീയ അടുപ്പം ഒക്കെ നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുന്നത് BJP എന്ന് പറയുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ചേർത്ത് പിടിക്കേണ്ട പ്രസ്ഥാനമാണെന്ന് കൃത്യമായ ക്ലാരിറ്റിയോട് രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച നേതാവാണ് സീതാറാം യെച്ചൂരി. അതിന് ഒരുപക്ഷെ പാർട്ടിക്കകത്ത് നിന്ന് പോലും വലിയ എതിർപ്പ് സീതാറാം യെച്ചൂരിക്ക് നേരിടേണ്ടി വന്നു. സോണിയാഗാന്ധി അടക്കം, P ചിദംബരം അടക്കം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. പ്രധാനപ്പെട്ട നേതാക്കൾ മുകുൾ വാസ്നിക് അടക്കം ഇങ്ങോട്ടേക്ക് അല്പസമയം എത്തിയിരുന്നു. നേപ്പാൾ മുൻ പ്രധാനമന്ത്രി അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് എത്താൻ പോകുന്നു. അങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കളും രാജ്യത്തിന് പുറത്തുള്ള നേതാക്കളൊക്കെ സീതാറാം യെച്ചൂരി ഒരു കാണാൻ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ലാൽസലാം ഡൽഹി AKG ഭവനിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ഹാഷ്മി താജ് ഇബ്രാഹിം.